കണ്ണൂർ ആശ്രമിംസിൽ ആരംഭിച്ച ഉത്തര മലബാറിലെ ആദ്യ ബർത്ത് സ്യൂട്ട് സംവിധാനം 7ാം വർഷത്തിലേക്ക്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മാതൃശിശു പരിചരണ രംഗത്ത് നടപ്പാക്കിയ ഈ പദ്ധതി കൂടുതൽ വിപുലമാക്കുമെന്ന് ആശ്രമിംസ് കണ്ണൂർ CMS ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് പറഞ്ഞു. മെഡിക്കൽ രംഗത്തെ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ കൂടുതൽ ബർത്ത് സ്യൂട്ടുകൾ ഉടൻ യാഥാർത്ഥ്യമാക്കും. വിപുലീകരണ പദ്ധതി ആശുപത്രി അധികൃതർ പ്രഖ്യാപിച്ചു. കൂടുതൽ പേർക്ക് സുരക്ഷിതവും സ്നേഹനിർഭരവുമായ ആധുനിക പ്രസവാനുഭവം ലഭ്യമാക്കുകയാണ് ആശുപത്രി ലക്ഷ്യമിടുന്നത്. പരമ്പരാഗത പ്രസവമുറികളിൽ നിന്നോ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നിന്നോ വിഭിന്നമായി പ്രസവവേദന തുടങ്ങുന്നത് മുതൽ പ്രസവം നടക്കുന്നതുവരെയും പ്രസവാനന്തര പരിചരണവും ഒരേ മുറിയിൽ തന്നെ സാധ്യമാക്കുന്ന സംവിധാനമാണ് ബർത്ത് സ്യൂട്ടുകൾ. 7 വർഷം മുമ്പ് ആദ്യമായി ആശ്രമിംസാണ് ഈ ചികിത്സാരീതി മേഖലയിൽ അവതരിപ്പിച്ചത്. ആശുപത്രി അന്തരീക്ഷത്തിന് പകരം വീട്ടിലെ കിടപ്പുമുറിക്ക് സമാനമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രസവ സമയത്ത് ഗർഭിണികൾക്ക് മാനസിക പിന്തുണയേകാൻ ഭർത്താവിൻ്റെയും പരിചാരകരുടെയും സാന്നിധ്യം ഇതിലൂടെ ഉറപ്പാക്കുന്നു. പ്രസവവേദന ലഘൂകരിക്കുന്നതിനുള്ള എപ്പിഡ്യൂറൽ അനൽജീസിയ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സാങ്കേതിക വിദ്യകളും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം ഒരേ സമയം നിരീക്ഷിക്കാനുള്ള അത്യാധുനിക മോണിറ്ററിംഗ് സംവിധാനങ്ങളും ഈ സ്യൂട്ടുകളിൽ സജ്ജമാണെന്ന് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്റട്രിക്സ് വിഭാഗം ഡോക്ടർ ഭവ്യ എബി പറഞ്ഞു. ആശ്രമിംസ് കണ്ണൂർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. ബർത്തിങ് സ്വീറ്റ് അഥവാ ലേബർ കമ്പാനിയൻഷിപ്പ് എന്ന ഐഡിയ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് 7 years കംപ്ലീറ്റ് ആവുകയാണ്. അതിനേക്കാൾ ഉപരിയായി ഒരു വലിയ സന്തോഷം നമുക്കുള്ളത് ഇന്നത്തോടു കൂടി നമ്മൾ 15,000 ഡെലിവറീസ് ഇവിടെ കംപ്ലീറ്റഡ് ആയി. അപ്പോൾ നമ്മളെ ഇവിടെയുള്ള ഡോക്ടർമാരെയും മറ്റ് സ്റ്റാഫുകളുടെയും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി പൂർണ്ണ സന്തോഷവാന്മാരായി ഡെലിവറി കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനവും സന്തോഷവും തരുന്നൊരു കാര്യം. ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം ഡയറക്ടർ ഡോക്ടർ ജുബൈരിയത്ത്, മേധാവി ഡോക്ടർ ഹാസുരിയ സാദിഖ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.